Good morning. Sorry, good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Okay, കുറച്ച് നാളായില്ലേ നമ്മള് കണ്ടിട്ട്. കഴിഞ്ഞ വീക്കിൽ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അല്ലേ? എടുത്ത ഭാഗങ്ങളില്ല. അല്ലെങ്കിൽ എല്ലാം പോയാ? ഓക്കെ, പ്രയർ ആരാ ചൊല്ലുന്നത്? പ്രയർ. ആരാ പ്രയർ പാടുന്നത്? സ്റ്റാർട്ട് ചെയ്തോളൂ. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം, പാവമാവിന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം, നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം, നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം, ദുഷ്ടസംസർഗം വരാതെയായിടണം, ശിക്ഷരായുള്ളവർ തോഴരായിടണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം, ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം. താങ്ക് Okay, signing ആരാ? സൈൻ ഞാനാണ്. കാണുന്നുണ്ടോ മിസ്സേ? ആ, പറഞ്ഞോളൂ. ഇന്ന് ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ ആണ് കേട്ടോ. ഇന്ന് 1948 മുതൽ ഏപ്രിൽ 7 എല്ലാ വർഷവും വേൾഡ് ഹെൽത്ത് ഡേ ആയി ആചരിച്ചു വരുന്നുണ്ട്. ആരോഗ്യം കൈവരിക്കേണ്ട വിവിധ മാർഗങ്ങളെക്കുറിച്ചും പല രോഗങ്ങളോടുള്ള തെറ്റിദ്ധാരണകളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിന്റെ വിവിധ അവയർനെസിനെ കുറിച്ചും ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള അവബോധം സൃഷ്ടിക്കുന്ന പല പരിപാടികളും ഈ ദിനത്തിൽ നടത്തുന്നുണ്ട്. 2025 ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം എന്താ ചോദിച്ചാൽ ഹെൽത്ത് ബിഗിനിങ്സ് ഹെൽപ്ഫുൾ ഫ്യൂച്ചർ, അതായത് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ. നമുക്ക് നോക്കിയാൽ അറിയാം മെഡിക്കൽ ഫീൽഡ് ഇന്ന് എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഇന്നും കോടിക്കണക്കിന് ആൾക്കാർക്ക് അത് എത്തിപ്പെടുന്നില്ല. നമ്മളൊക്കെ ഒരു ഓട്ടത്തിലാണ്, എന്തൊക്കെ എത്തിപ്പിടിക്കാനുള്ള ഒരു ഓട്ടത്തില് ബിസിയാണ് നമ്മളൊക്കെ. അതിന്റെ ഇടയിൽ നമ്മൾ ഹെൽത്ത് നോക്കുന്നില്ല. ഇതൊക്കെ മാറ്റുവാൻ വേണ്ടിയിട്ടും, അതായത് നമുക്ക് വേണ്ടി നമ്മുടെ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വേൾഡ് ഹെൽത്ത് ഡേയുടെ ആചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ദിനത്തിൽ നമ്മളോട് തന്നെ പ്രതിജ്ഞ ചെയ്യുക, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി, അതായത് ഭക്ഷണക്രമം, എക്സസൈസ്, മെന്റൽ ഹെൽത്ത്, ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങള്, ഇതൊക്കെ കുറേശ്ശെയായി മാറ്റി വരണം. ഒരു പഴഞ്ചൊല്ലുണ്ട്, സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥ വരരുത് എന്ന്. അതായത് രോഗത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ചികിത്സിക്കുക, സ്വയം ചികിത്സ അരുത്. അതേപോലെ തന്നെ നമുക്കൊക്കെ ഓരോ ശീലങ്ങൾ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്ക് മധുര പലഹാരങ്ങളോട് വലിയ ഇഷ്ടമല്ല. പക്ഷെ കട്ടൻ ചായയില് എനിക്ക് മധുരം ഇട്ട് കുടിക്കണം. അത് മാറ്റണം എന്ന് ഞാൻ കുറേ വിചാരിക്കുന്നുണ്ട്. പക്ഷെ 2 ആഴ്ചയൊക്കെ കുടിക്കാതിരിക്കും, പിന്നെയും കുടിക്കുകയാണ്. അപ്പൊ അങ്ങനെ വേണ്ടാത്ത ശീലങ്ങളൊക്കെ മാറ്റി നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടക്കമാകാൻ ഈ ഒരു ദിവസം നല്ലതാവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മള് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമ്മുടെ യൂണിറ്റ്. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ അവർ ലൈഫിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇനി കൂടുതൽ പഠിപ്പിക്കാൻ മിസ്സിനെയും പഠിക്കാൻ സ്റ്റുഡൻസിനെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ,
നന്നായിട്ട് പറഞ്ഞു അല്ലെ? സൈനിക എന്താണ് പറഞ്ഞത്? ഏപ്രിൽ 7 എന്ത് ഡേ ആണ്? വേൾഡ് ഹെൽത്ത് ഡേ. അല്ലേ? ഓക്കെ, അഞ്ച് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ടോ നിങ്ങളൊക്കെ? ഉണ്ട്, കുറവാണ്. ഓക്കെ, ഭൂരിഭാഗവും ആൾക്കാരെന്താണ് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കില്ല അല്ലെ? നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾക്ക് ഇപ്പൊ എന്ത് രോഗങ്ങൾ, ഇപ്പൊ കൈവേദന ആയാലും, ചെറിയ കൈവേദന വന്നാലും ചെറിയ തലവേദന വന്നാലും നമ്മൾ അത് വെച്ച് കൊണ്ടുപോകുന്ന നടക്കാറുണ്ട്, ഡോക്ടറെ കാണാറില്ല അല്ലെ? ഓക്കെ, അപ്പൊ അഞ്ച് പറഞ്ഞതുപോലെ തന്നെ എന്ത് അസുഖം ചെറുതായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറെ കാണണം. ഓക്കെ, എന്താണ് സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ടതായിട്ട് വരരുത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? Thoughts of the day. ഞാൻ answer. Old friends are gold. New friends are diamonds. If you get diamonds, don't forget gold, because only gold can hold a diamond. Dr. APJ Abdul Kalam. നെക്സ്റ്റ് ഒന്നുമില്ല. ആക്ഷൻ സോങ്ങോ കഥയോ കവിതയോ ഒന്നുമില്ല. നമ്മൾ എത്ര വരെ എടുത്തത്? ന്യൂട്രീഷൻ, മാൽ ന്യൂട്രീഷൻ പറഞ്ഞായിരുന്നോ? ന്യൂട്രീഷൻ എടുത്തു, മാൽ ന്യൂട്രീഷൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യാട്ടോ നമുക്ക്. മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പോഷകാഹാരക്കുറവ്. എന്തിന്റെയൊക്കെ ബേസിലായിരിക്കാം പോഷകാഹാരക്കുറവ് വരുന്നത്? എങ്ങനെയൊക്കെയായിരിക്കാം പോഷകാഹാരക്കുറവ് ഉണ്ടാകുന്നത്? എങ്ങനെയൊക്കെ അറിയാം? പോഷകാഹാരക്കുറവ് വരുന്നത് എന്തൊക്കെ കാരണങ്ങളും ഉണ്ടാവാം? കൃത്യമായ ഭക്ഷണക്രമങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാത്തത് കൊണ്ട്. ഓക്കെ, പിന്നെ എന്തായിരിക്കാം? വൈറ്റമിൻസിന്റെ കുറവ്. വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ട്. ചില ആളുകൾ എന്താണ് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാറുണ്ടല്ലേ, പക്ഷെ ഒട്ടും ശരീരത്തിന് ആവശ്യമില്ലാത്ത ഫുഡായിരിക്കാം കഴിക്കുന്നത്. അങ്ങനെയും എന്താണ് മാൽ ന്യൂട്രീഷന്റെ കുറവ്. കുറെ അധികം നമ്മൾ നോക്കുമ്പോൾ എന്താണ് കുറെ അധികം ഫുഡുകൾ കഴിക്കുന്നുണ്ട്, എന്നിരുന്നാൽ കൂടിയും ശരീരത്തിന് വേസ്റ്റുകളായിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ പല രോഗങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? ഓക്കെ, പിന്നെന്തായിരിക്കാം? പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കഴിക്കാത്തത് കൊണ്ട്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാത്തത്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാൾ? എങ്ങനെയുണ്ടായിരുന്നു മുസ്ലിം കുട്ടികളുടെ? അടിച്ചു പൊളിച്ചോ? ചോദിക്കാൻ വിട്ടുപോയി. നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എന്തായിരുന്നു സ്പെഷ്യല് പെരുന്നാളിന്? മന്തി. മന്തി ആയിരുന്നു. വാങ്ങിച്ചോ അല്ലെങ്കിൽ വെച്ചോ? എങ്ങനെയാണ്? ഓർഡർ ആയിരുന്നോ? എന്താ മാം? ഓർഡർ ആയിരുന്നു, ഹോട്ടലിൽ നിന്ന് ഓർഡർ ആയിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ നിങ്ങള്? വീട്ടിൽ വെച്ചതോ? വീട്ടിൽ വെച്ചു. ഇപ്പൊ പെരുന്നാളുകളും അല്ലെങ്കിൽ ഉത്സവങ്ങളൊക്കെ വരുമ്പോ എന്താണ് വീട്ടിൽ ആരും ഫുഡ് വെക്കാറില്ലല്ലേ? എല്ലാവരും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യും അല്ലെങ്കിൽ ഓർഡർ കൊടുക്കാതെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരാം. എങ്ങനെയൊക്കെ ആയിരിക്കാം മാൽ ന്യൂട്രീഷൻ ഉണ്ടാകുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം? ഒന്നും പറയാനില്ല ആർക്കും? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നോക്കിക്കോളൂ. Malnutrition. Malnutrition is the condition that occurs when the body does not get the sufficient nutrient caused by not having enough to eat, not eating enough of right thing,
or being unable to use the food that one does eat. എന്താണ് നമ്മുടെ malnutrition, പോഷകാഹാരക്കുറവ് എന്തിന്റെയൊക്കെ ബേസിലാണ് ഉണ്ടാകുന്നത്? വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ടല്ലേ? നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ആളുകൾ കഴിക്കാതിരിക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കാനായിട്ട് ചില എന്താണ് ഇപ്പോ നമ്മുടെ അമ്മമാരുടെ കാലഘട്ടത്തൊക്കെ എന്താണ് അവർക്ക് പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു അല്ലേ? ചിലപ്പോ മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ പോയിട്ടാണ്. എന്റെ മമ്മിയുടെ അമ്മയൊക്കെ പണ്ട് കാലങ്ങളില് അവർ 5 മക്കളാണ് ഇവര്. അപ്പോ ഇവർക്ക് ഫുഡ് കൊടുക്കാനില്ല. പപ്പയാണെങ്കിൽ മരിച്ചു. 27 വയസ്സിൽ 5 മക്കളുണ്ടായി. അതിനുശേഷം നല്ലോണം കുടിക്കുമായിരുന്നു പപ്പ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ മക്കളെ നോക്കേണ്ട ഗതി വരുന്ന അവസ്ഥയാണ്. അവരെ നോക്കാൻ ആൾക്കാരില്ല, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ ആൾക്കാരില്ല. അപ്പൊ ആളുകളുടെ വീട്ടിൽ പോയി ജോലികളൊക്കെ ചെയ്തിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് അങ്ങനെ കുഞ്ഞി കുട്ടികളായിരുന്നു ഇവരൊക്കെ. അപ്പോ ആളുകളുടെ വീട്ടിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് അവര് ഫുഡ് കൊടുക്കും കഴിക്കാനായിട്ട്. ഉച്ചക്കൊക്കെ ഫുഡ് കൊടുക്കും. അത് എന്നിട്ട് കെട്ടിപ്പോയി വീട്ടിലേക്ക് കൊണ്ടുവരും മക്കൾക്ക് കൊടുക്കാനായിട്ട്. മമ്മി പറയുന്നത് കേട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? വീട്ടിലൊക്കെ ഇല്ലാത്തവര് അല്ലെങ്കിൽ വലിയൊരു കൊടുക്കുന്നത് കൊണ്ടുവന്ന മക്കൾക്ക് കൊടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ ഫുഡ് ഇല്ലാത്ത അവസ്ഥകള്, കാലഘട്ടങ്ങള്. അപ്പൊ അങ്ങനെ എന്താണ് ഫുഡ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനില്ലാത്ത അവസ്ഥകള്, അതിൽ നിന്നും മാൽന്യൂട്രീഷൻ വരാം. അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ ഇപ്പോ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥകള്. ഇപ്പോ പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ ഇന്ന ഫുഡുകൾ കഴിക്കാൻ പാടില്ലാന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലെ? ഇല്ലേ? അപ്പൊ എന്താണ് ആ ഫുഡൊക്കെ നമുക്ക് ഒഴിവാക്കണം. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രീഷൻസ് ആയാലും പ്രോട്ടീൻസ് ഒക്കെ ആയാലും നമ്മുടെ ശരീരത്തിന് ലഭിക്കേണ്ടതാണ്. അപ്പൊ ആ ഫുഡുകളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് വരാം? പോഷകാഹാരക്കുറവ് ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ഇത് ഇറ്റ് മേ റിസൾട്ട്. ഇനി ഇതിന്റെ പോഷകാഹാരക്കുറവിന്റെ റിസൾട്ട് എന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ് വൺ എന്താണ്? ഇൻസഫിഷ്യന്റ് ഓർ അൺഎബിൾഡ് ഡയറ്റ്. എന്തായിരിക്കാം ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ കുറവ് മൂലം അല്ലെ? അല്ലെങ്കിൽ ഭക്ഷണം നല്ല രീതിയിൽ ക്രമീകരിച്ച് ശരീരത്തിലോട്ട് കൊടുക്കാതെയുള്ള അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കുറവ് മൂലം പോഷകാഹാരക്കുറവ് ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രോബ്ലംസ് വിത്ത് ഡൈജഷൻ ഓർ അബ്സോർപ്ഷൻ. ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ്, പ്രോട്ടീൻ അതുപോലെ തന്നെ എന്താണ് വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ കിട്ടാതെ വരുമ്പോ പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷന്. ചിലരില് അസുഖങ്ങളൊക്കെ വരുമ്പോ ഡോക്ടേഴ്സ് പെട്ടെന്ന് എന്താണ് അസുഖം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. പല അസുഖങ്ങളും പല വെറൈറ്റി അല്ലെങ്കിൽ റയർ കേസുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് എന്ത് മൂലമാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്ത സാഹചര്യം വരാറുണ്ട്. ചിലപ്പോ മാസങ്ങൾ എടുത്തിട്ട് ചിലപ്പോ വർഷങ്ങൾ എടുത്തിട്ടാവാം അസുഖങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷനുകളും പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്നുണ്ട്. 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇൻസഫിഷ്യന്റ് ഓർ അൺബാലൻസ്ഡ് ഡയറ്റ്, പ്രോബ്ലംസ് വിത്ത് ഡൈജഷൻ ഓർ അബ്സോർപ്ഷൻ, അതുപോലെ അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻസ്. 3 കാര്യങ്ങളും ഓക്കെയാണോ? ഓക്കെയാണ് മാം. ഓക്കെ. ഇനി എന്തൊക്കെയാണ് ചെറിയൊരു പാരഗ്രാഫ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു സെന്റൻസ് നോക്കിയേ. Malnutrition is prevalent in area where there is lack of food, unsafe water supplies and insufficient sanitation in risk. മാൽന്യൂട്രീഷൻ വരുന്നത് ചില ഏരിയാസിൽ മാൽന്യൂട്രീഷൻ വരുന്നതിന്റെ കാരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡിന്റെ കുറവ്. അതുപോലെ തന്നെ അൺസേഫ് വാട്ടർ സപ്ലൈ. എന്തായിരിക്കാം?
മലിനമായ വെള്ളം. മലിനമായിട്ടുള്ള വെള്ളം അല്ലെ. ഓക്കെ, പിന്നെന്താണ് ഇൻസഫിഷ്യന്റ് സാനിറ്റേഷൻ, എന്തായിരിക്കാം? ശുചിയില്ലായ്മ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും പോഷകാഹാരക്കുറവ് വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളാം കേട്ടോ. എന്തൊക്കെയാണ് എന്താണ് പല ഏരിയാസിലും മാൽന്യൂട്രീഷൻ വരുന്നത് എങ്ങനെയൊക്കെയാണ്? ഇതിന്റെ കുറവ് മൂലം, അതുപോലെ തന്നെ മലിനമായ ജലം, അതുപോലെ ശുചിയില്ലായ്മ മൂലം, നല്ല രീതിയിൽ ശുചിയില്ലാത്തത് കൊണ്ട് തന്നെ മാൽന്യൂട്രീഷൻ സംഭവിക്കാം. പല പല അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നോക്കിയേ, malnutrition gives rise to the following conditions. താഴെ പറയുന്ന വ്യവസ്ഥകൾ രണ്ട് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് മാൽന്യൂട്രീഷൻസിൽ അടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഫിസിക്കൽ കണ്ടീഷൻസ് ആൻഡ് മെന്റൽ കണ്ടീഷൻ. ഇനി ഫിസിക്കൽ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? ബാഡ് പോസ്റ്റർ, സ്റ്റാൻഡിങ്, റൈറ്റിംഗ്, സിറ്റിംഗ്. എന്തായിരിക്കാം ബാഡ് പോസ്റ്റർ എന്ന് പറഞ്ഞാല്? ബാഡ് പോസ്റ്റർ മോശമായ അവസ്ഥകള്, നിൽക്കാനും എഴുതാനും. എഴുതാൻ പറ്റാത്തത്. ഇപ്പൊ ചിലവരൊക്കെ നടന്നു പോകണമെന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്, ഈ കൂന് പിടിച്ച പോലെ നടക്കുന്നത്. അതുപോലെ തന്നെ ചിലവർക്ക് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല, ഒരു ഭാഗം ചരിഞ്ഞോ ഇങ്ങനെയൊക്കെ ഒരു എല്ലൊക്കെ പൊന്തി, അല്ലെങ്കിൽ പുറം ഭാഗത്ത് ഒരു കൂന് പോലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള് നടക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഇരിക്കുമ്പോ നിൽക്കുമ്പോഴൊക്കെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ബാഡ് പോസ്റ്റർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ മാൽന്യൂട്രീഷൻ കൊണ്ടുവരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ആ അവസ്ഥകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബാഡ് പോസ്റ്റർ എന്ന് പറഞ്ഞാല് ചിലപ്പോ നടക്കുമ്പോൾ അങ്ങോട്ട് മുമ്പിലോട്ട് ചായ്വുണ്ടാവുന്നത്, അതുപോലെ തന്നെ കൂന് വരുന്നത്, നല്ല രീതിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ചിലവര് എഴുതുമ്പോഴൊക്കെ നമ്മള് ഇങ്ങനെ എഴുതുന്നത്, ചിലവര് എഴുതുമ്പോ വ്യത്യാസം ഉണ്ടാവാം അവരുടെ എഴുത്തിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് മാൽന്യൂട്രീഷനോട്. അതുപോലെ എന്താണ് പാലറ്റ് ഫേസ്. പാലറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിളറിയ മുഖം. ഓക്കെ, മാൽന്യൂട്രീഷൻ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. ഫിസിക്കൽ കണ്ടീഷനിലെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിസിക്കൽ കണ്ടീഷനിലെ രണ്ടാമത്തെ കാര്യമാണ് ഇത്, പാലറ്റ് ഫേസ്. ഓക്കെ, വിളറിയ മുഖം. ട്രോസിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മയക്കം. അതുപോലെ ലേസിനെസ് അറിയാലോ, മടി, മടി, അലസത, അങ്ങനെയുള്ളത്. ഈസി ഫാറ്റിക് എന്തായിരിക്കാം? ക്ഷീണം, എപ്പോഴും ക്ഷീണം, ഇങ്ങനെ ഒരു തളർച്ച, ക്ഷീണം. ഓക്കെ, പിന്നെ അവയർനെസ് ഓഫ് ഡിസീസസ് എന്തായിരിക്കാം? അസുഖങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം. ചിലവർക്ക് എന്താണ് മുഖത്തൊക്കെ ഇങ്ങനെ ഒരു വൈറ്റ് കളറായിട്ടുള്ള ഡോട്ടുകൾ വരാറില്ലേ, പാടുകള്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ നാട്ടിലൊക്കെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നാട്ടിൽ വരാറുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ എന്റെ മോൾക്ക് ഇങ്ങനെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു, കൺഷീയുടെ അലർജിയാണ് തോന്നുന്നു. നമ്മൾ കണ്ണിലേക്ക് കൊടുക്കുമ്പോ അവിടെയാണ് ഇങ്ങനെ പാടുകൾ, വൈറ്റ് പാടുകൾ വരും. ഡോക്ടർ പറഞ്ഞു വൈറ്റമിന്റെ കുറവാണ്. അപ്പൊ എന്താണ് നല്ല രീതിയിൽ ന്യൂട്രീഷൻസ് നഖത്തിൽ പാട് വരുന്നില്ലേ? നഖത്തിൽ പാട് വരുന്നില്ലേ? വൈറ്റ് പാട് വരാറുണ്ടാവും. അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് എന്താണ് ഇപ്പൊ പാട് വരുമ്പോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് എന്താണ് വൈറ്റമിൻ ഡിയുടെ കുറവാണ്, അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് ഇല്ലാത്തതിന്റെ കുറവാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ. അതാണ് അവയർനെസ് ഓഫ് ഡിസീസസിൽ വരുന്നത് കേട്ടോ. ഇനി എന്താണ് പ്യുവർ ഐസൈറ്റ്? പ്യുവർ ഐസൈറ്റ് എന്തായിരിക്കും? കാഴ്ചക്കുറവ് വരാറുണ്ട്. അതുപോലെ അണ്ടർ വെയിറ്റ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ വരാറുണ്ടല്ലേ അണ്ടർ വെയിറ്റ് ഇല്ലേ? ഓക്കെ, വെയിറ്റ് കുറവ് കേട്ടോ. അണ്ടർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറവ്. ഇതൊക്കെയാണ് ഫിസിക്കൽ കണ്ടീഷനിൽ വരുന്നത് കേട്ടോ, കണ്ടീഷൻസിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് മെന്റൽ കണ്ടീഷൻസ്. അപ്പൊ ചോദിക്കാട്ടോ നിങ്ങളോട്, ഫിസിക്കൽ കണ്ടീഷനിൽ വരുന്നത് ഏതൊക്കെയാണ്, മെന്റൽ കണ്ടീഷനിൽ വരുന്നത് ഏതൊക്കെയാണ് ചോദിക്കാം. ഏതൊക്കെയാണ് ഫിസിക്കൽ കണ്ടീഷനിൽ വരുന്നത്, മെന്റൽ കണ്ടീഷനിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി എന്താണ് നെക്സ്റ്റ് മെന്റൽ കണ്ടീഷൻസ് ആണ് പാസീവ്നെസ്. എന്തായിരിക്കാം പാസീവ്നെസ് എന്ന് പറഞ്ഞാല്?
അലസത കേട്ടോ. ഫാസ്റ്റിക്നെസ് എന്ന് പറഞ്ഞാല് അലസത. അലസത. ഫോർഗെറ്റ്ഫുൾ മെമ്മറി അതറിയാൻ പറ്റുമല്ലോ. മറവി. ഇനി എന്താ? ഗ്ലൂമിനെസ് എന്തായിരിക്കാം? നീ എന്തെങ്കിലും ഗ്ലൂമി ആയിട്ടിരിക്കണമെന്ന് ചോദിക്കാതെ നമ്മള്. വിഷാദമായിട്ടിരിക്കുക. എന്താണ്? കേട്ടില്ല മിസ്. വിഷാദമായിട്ടിരിക്കുക. വിഷാദമായിട്ടിരിക്കുന്നത്. ചിലവരൊക്കെ എന്താണ് അവരോട് മിണ്ടാതെ അല്ലെ ഒരു ഭാഗത്ത് ഇങ്ങനെ അടച്ചുപൂട്ടി അല്ലെങ്കിൽ ഒരു മുറിയിൽ തന്നെ ഇരിക്കണതാണ് അല്ലെ. അതൊക്കെ എന്താണ്? ന്യൂട്രീഷൻസിന്റെ കുറവാണ് കേട്ടോ. ഓക്കെ. പിന്നെന്താണ്? സ്ലോ കോംപ്രിഹെൻഷൻ ആൻഡ് ഇറിറ്റേഷൻ. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെ ധാരണയാണോ? അല്ല. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സിലാകാനുള്ള ശക്തി അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ളത് എന്താണ്? നമ്മളിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാം. ഓക്കെ. അതുപോലെ തന്നെ ഇറിറ്റേഷൻ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ ചിലപ്പോ ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ലാക്ക് ഓഫ് അറ്റൻഷൻ അറിയാൻ പറ്റുമല്ലോ. ശ്രദ്ധക്കുറവ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ എന്തായിരിക്കാം? അതന്നെ അല്ലെ, കോൺസെൻട്രേഷൻ കിട്ടാത്ത അവസ്ഥ. ഓക്കെ. ഇതൊക്കെയാണ് മെന്റൽ ആയിട്ടുള്ള കണ്ടീഷൻസിൽ വരുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഫിസിക്കൽ കണ്ടീഷൻസ് ആൻഡ് മെന്റൽ കണ്ടീഷൻസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്. ബാലൻസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സമീകൃത ആഹാരം. സമീകൃത ആഹാരം. The food which contain all required nutrient and has the essential calorie value is called balanced food. Okay, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. എന്താണ് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാല്? ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസും ആവശ്യമായിട്ടുള്ള കലോറീസും അടങ്ങിയ ഫുഡിനെയാണ് നമ്മള് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസും ആവശ്യമായിട്ടുള്ള കലോറീസും അടങ്ങിയിട്ടുള്ള ഫുഡിനെ പറയുന്നതാണ് ബാലൻസ്ഡ് ഫുഡ്. The balanced food is very important for growing children. അല്ലെ, സമീകൃത ആഹാരം എന്ന് പറയുന്നത് ചിൽഡ്രന്റെ ഗ്രോത്തിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. A balanced diet contains roughly എന്ന് പറഞ്ഞാല് ഏതാണ്ട്. ഓക്കെ, ഏതാണ്ട് എന്ന് പറയില്ലേ നമ്മൾ? ഏതാണ്ട് roughly 400 calories of proteins, 900 calories of fat and 1700 calories of carbohydrate. അപ്പൊ എന്താണ് ഈ ബാലൻസ്ഡ് ഫുഡില് നമ്മള് എന്താണ് 400 കലോറീസ് അടങ്ങിയ പ്രോട്ടീൻസ് വേണം. അതുപോലെ തന്നെ 900 കലോറീസ് അടങ്ങിയ ഫാറ്റ് ഫുഡുകളും 1200 കലോറീസ് അടങ്ങിയ കാർബോഹൈഡ്രേറ്റ് അഞ്ചും ഉൾപ്പെടുത്തേണ്ടതാണ്. While selecting food items, not only the calorie value but the nutritional value also should be taken into account, especially when it is made for children because they require nutritious food for their proper growth. നമ്മൾ ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കലോറീസിന് മാത്രമല്ല നമ്മൾ മൂല്യം കൊടുക്കേണ്ടതല്ലേ, പോഷകാഹാരം കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മള് ഫുഡുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ചിൽഡ്രൻസിന് വളരാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കലോറീസ് അടങ്ങിയതും ന്യൂട്രീഷൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ സമീകൃതാഹാരം വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പോ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അതിനകത്ത് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് പോയിന്റ് ആണ് എന്താണ് ബാലൻസ്ഡ് ഫുഡ്. ചെറിയൊരു ബോക്സും കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് വായിച്ച് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് നോക്കിയേ. 2 മിനിറ്റ് സമയം തരാം മിസ്. ഏതൊക്കെ ഫുഡിലാണ് 3 ഇയർ അല്ലെ 1 തൊട്ട് 3 ഇയർ വരെയുള്ള കുട്ടികൾക്ക് എത്ര ഗ്രാം
കൊടുക്കണം. അതുപോലെ തന്നെ 4 തൊട്ട് 6 വയസ്സുള്ള പിള്ളേർക്ക് പൾസസ് എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ് കൊടുക്കേണ്ടത്? ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ വായിച്ചു നോക്കിയേ, എന്നിട്ട് മിസ്സിനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, 2 മിനിറ്റ് കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ആര് പറഞ്ഞത്? ആരുമില്ലേ പറയാനായിട്ട്? ജസ്റ്റ് ഒന്ന് വായിച്ചു പറഞ്ഞാൽ മതി. പറയാം മാം. നിത്യ. ഫുഡ് സ്റ്റെഫിൽ അടങ്ങിയിരിക്കുന്നത് പൾസസ്, സീരിയൽസ്, ഗ്രീൻ വെജിറ്റബിൾസ്, അതർ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക്, ഓയിൽ ആൻഡ് ഫാറ്റ്, മീറ്റ്, ഫിഷ്, ഷുഗർ, ജാഗറി. ഇതിൽ 1 to 3 years ഉള്ള കുട്ടികളിൽ പൾസസ് 150 grams വേണം. അതുപോലെ 4 to 6 years പ്രായമുള്ള കുട്ടികളിൽ 200 grams പൾസസ് വേണം, ധാന്യങ്ങൾ. അതുപോലെ തന്നെ സീരിയൽസ് 1 to 3 years പ്രായമുള്ള കുട്ടികളിൽ 50 grams ഉണ്ടാവണം. അതുപോലെ തന്നെ 4 to 6 years പ്രായമുള്ള കുട്ടികളിൽ 60 grams. അതുപോലെ തന്നെ ഗ്രീൻ വെജിറ്റബിൾസ് 1 to 3 years പ്രായമുള്ള കുട്ടികളിൽ 50 grams, 4 to 6 years പ്രായമുള്ള കുട്ടികളിൽ 75 grams ഉണ്ടാവണം. ബാക്കിയുള്ള വെജിറ്റബിൾസ് 1 to 3 years കുട്ടികളിൽ 30 grams, 4 to 6 years പ്രായമുള്ള കുട്ടികളിൽ 50 grams ഉണ്ടാവണം. അതുപോലെ ഫ്രൂട്ട്സ് 1 to 3 years ഉള്ള കുട്ടികൾ 50 grams അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ 4 to 6 years പ്രായമുള്ള കുട്ടികളിൽ 50 grams ഉൾപ്പെടുത്തണം. പിന്നെ പാല്, അത് 1 to 3 years പ്രായമുള്ള കുട്ടികളിൽ 300 grams അളവിലും 4 to 6 years പ്രായമുള്ള കുട്ടികളിൽ 250 grams അളവിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓയിലും ഫാറ്റും 1 to 3 years ഉള്ള കുട്ടികളിൽ 20 grams, 4 to മുതൽ 6 years പ്രായമുള്ള കുട്ടികളിൽ 25 grams ഉണ്ടാവണം. മീറ്റ്, ഫിഷ് 1 to 3 years പ്രായമുള്ള കുട്ടികളിൽ 30 grams, 4 to 6 years പ്രായമുള്ള കുട്ടികളിൽ 30 grams സെയിം തന്നെ ഉണ്ടാവണം. ഷുഗറും പഞ്ചസാരയും ജാഗറി, ശർക്കരയൊക്കെ 1 to 3 years പ്രായമുള്ള കുട്ടികളിൽ 30 grams, 4 to 6 years പ്രായമുള്ള കുട്ടികളിൽ 40 grams. ഈ അളവിൽ കുട്ടികളിൽ ബാലൻസ്ഡ് ഡയറ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ അളവിൽ ഉൾപ്പെടുത്തണം. ഇനി ആരാ പറയാ? ആര് പറയുന്നു? പ്രഭിത. ഫസ്റ്റ് ഫുഡ് സ്റ്റെപ്പിൽ വരുന്നത് പൾസസ് ആണ്. പൾസസ് എന്ന് പറഞ്ഞാൽ നമ്മള് ചെറുപയറ്, കടല, അങ്ങനെ ധാന്യങ്ങൾ, അതാണ് പൾസസ്. അപ്പൊ അത് 1 to 6 വരുന്ന കുട്ടികൾക്ക് 130 grams ആണ് കൊടുക്കാൻ പറ്റുന്നത്. 4 to 6 years 200 grams. പിന്നെ സെറൽസ് എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്നതാണ് നെല്ല്, അരി, ഗോതമ്പ്, ചോളം, ഓട്സ്, അങ്ങനെയുള്ളതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അത് 1 to 3 years കൊടുക്കാൻ പറ്റുന്നത്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് 50 grams. 4 to 6 years വരുന്ന കുട്ടികൾക്ക് 60 grams കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ വെജിറ്റബിൾസ് ആണ്. അതായത് പച്ചക്കളറുള്ള വെജിറ്റബിൾസ്, കക്കിരിക്ക, വെണ്ടക്ക, അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ അത് 1 to 3 years വരുന്ന കുട്ടികൾക്ക് 50 grams ആണ് വരുന്നത്.
4 to 6 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് 75 grams കൊടുക്കാം. പിന്നെ അതർ വെജിറ്റബിൾസ് ആണ്, അതിലെല്ലാ വെജിറ്റബിൾസും ഉൾപ്പെടുത്താം. അത് 1 to 3 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് 30 grams കൊടുക്കാം. 4 to 6 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് 50 grams. ഫ്രൂട്ട്സ് ആണ്, ഫ്രൂട്ട്സ് എല്ലാത്തിനും ഫ്രൂട്ട്സ് കൊടുക്കാം. 1 to 3 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് 50 grams. പിന്നെ 4 to 6 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്കും അതേ അളവ് തന്നെയാണ് ഫ്രൂട്ട്സ് കൊടുക്കുന്നത്, 50 grams. നെക്സ്റ്റ് മിൽക്ക് ആണ്. 1 to 3 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് നമ്മൾ 300 grams ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 to 6 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് 250 grams. നെക്സ്റ്റ് ഓയിൽ ആൻഡ് ഫാറ്റ് ആണ്. അത് 1 to 3 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് 20 grams വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 4 to 6 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് 25 grams. ഫിഷ് ഇത് 1 to 3 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് 30 grams കൊടുക്കുന്നുണ്ട്. 4 to 6 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് 30 grams. നെക്സ്റ്റ് ഷുഗർ ആൻഡ് ജഗർ, അത് പഞ്ചസാര എല്ലാത്തിന്റെ അളവ് വരുന്നത്. അത് 1 to 3 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് 30 grams. 4 to 6 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് അതിൽ കുറച്ച് കൂടിയ അളവിൽ 40 grams ആണ് കൊടുക്കുക. താങ്ക് യു മാഡം. നന്നായിട്ട് പറഞ്ഞു അല്ലെ? ഓക്കെ, മനസ്സിലായില്ല എല്ലാവർക്കും? ആ ബോക്സ് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ അളവിലാണ് 1 to 3 ഇയേഴ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 4 to 6 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത്ര ഗ്രാംസിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആയാലും അതുപോലെ തന്നെ പൾസസ്, സെറിൽസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എങ്ങനെയൊക്കെ എത്ര അളവിലാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിട്ടോ, കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ ചൈൽഡ് വെൽഫെയർ. ആ ചാപ്റ്ററിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? മിസ് ഇതിന്റെ മോക്ക് ടെസ്റ്റ് തരാം കേട്ടോ, ടെസ്റ്റ് തരാം. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഓപ്ഷൻസും വരുന്നത്. ഓക്കെ, മോക്ക് ടെസ്റ്റ് എന്തായാലും മറ്റേ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും ചൈൽഡ് വെൽഫെയർ എന്താണ്? ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നു. ശിശു സംരക്ഷണം, ശിശു സംരക്ഷണം, ശിശുക്ഷേമം അല്ലെ, ഇതൊക്കെ പറയാൻ നമുക്ക്. ഇപ്പൊ നമ്മളിപ്പോ നമുക്കൊരു സ്കൂളിൽ ജോലി കിട്ടി, അപ്പോ എല്ലാ തരം ഡിഫറെന്റ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ആയിരിക്കും അല്ലെ അവിടെ ഉണ്ടാകുന്നത്. ചിലപ്പോ എങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നോർമൽ ആയിട്ടുള്ളത് വരാം, അല്ലെങ്കിൽ എന്താണ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികള്, അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഹിയറിംഗ്, കേൾവി ശക്തി കുറവ്, കാഴ്ച ശക്തി കുറവ്, അങ്ങനെയുള്ള വിഷ്വൽ ഹിയറിംഗ്, അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഡിസബിലിറ്റീസ്, അതുപോലെ മെന്റൽ റിട്ടേർഡ് ചിൽഡ്രൻ, മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികള്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് അവർക്ക് ക്ലാസ്സിൽ കൊടുക്കേണ്ട ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ്, അവരെ നല്ല രീതിയിൽ പഠനത്തിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അവർക്ക് എന്തൊക്കെയാണ് ക്ലാസ്സിൽ ബുദ്ധിമുട്ടുകൾ എങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്, അവരുടെ പ്രോബ്ലംസ്, അവര് അനുഭവിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ,
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ചൈൽഡ് വെൽഫെയർ. ചൈൽഡ് വെൽഫെയർ ഈസ് എ കൺസെപ്റ്റ് which goes beyond providing just education or literacy. എന്താണ് ഈ ശിശുക്ഷേമം അല്ലെ? ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞാല് ശിശുക്ഷേമം. ശിശുക്ഷേമം എന്നത് എന്താണ്? വിദ്യാഭ്യാസമോ അതുപോലെ തന്നെ സാക്ഷരത, ലിറ്ററസി എന്ന് പറഞ്ഞാല് സാക്ഷരതയോ നൽകുന്നതിന് അപ്പുറത്തുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത്. ആസ് എ children are the asset of a nation. എന്താണ് നമ്മുടെ നാഷന്റെ അസറ്റ് അല്ലെങ്കിൽ ആസ്തി അല്ലെ? ആസ്തി എന്ന് പറയുന്നത്, അസറ്റ് അല്ലെങ്കിൽ ആസ്തി എന്ന് പറയുന്നത് ആരെയാണ് ആസ്തി എന്ന് പറയുന്നത്? ചിൽഡ്രനെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. ചിൽഡ്രൻ ആർ ദ അസറ്റ് ഓഫ് ദ നേഷൻ. They should be properly cared and brought up for the benefit of bright future of the nation. So നമ്മുടെ നാഷന്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർലി കെയർ ചെയ്യണം അല്ലെ? നല്ല രീതിയിൽ കെയർ ചെയ്ത് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് വേണം അവരെ വളർത്തിക്കൊണ്ടുവരാനായിട്ട്. അപ്പോ നമ്മുടെ നാഷണൽ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർലി നമ്മൾ എന്ത് ചെയ്യണം? കെയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. So we have to arrange special regular medical checkups for children, providing them with a balanced and nutritious diet, protects them from harmful influences in their environment, and take care for their education and creative environment. നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ചിൽഡ്രൻസിനെയും നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യണം അല്ലെ? ഇപ്പോ നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തൊക്കെ നമ്മുടെ സ്കൂളില് ഡോക്ടേഴ്സ് ഒക്കെ വരാറുണ്ടല്ലേ? വരാറുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് അവർ വരുന്നത്? വരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? മെഡിക്കൽ ചെക്കപ്സിന് വേണ്ടിയിട്ടല്ലേ? എന്തൊക്കെയാണ് ചെക്കപ്പ് ചെയ്യാറ് നമ്മളെ? കുട്ടികളെ നമുക്കറിയേ? എന്തൊക്കെയാണ്? ഐ ടെസ്റ്റ് നടത്താറുണ്ട്. അതുപോലെ തന്നെ ചെവി പരിശോധിക്കാറുണ്ട് അല്ലേ? എന്താണ് ക്ലിയർ ആയില്ല ബസ്സിന്? കുട്ടികളിൽ വേംസിന്റെ പ്രോബ്ലംസ് ഉണ്ടോന്ന് ചെക്കപ്പ് ചെയ്യലുണ്ട്. ചെക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ കേൾവി ശക്തി അതുപോലെ തന്നെ കാഴ്ച ശക്തി അല്ലെ? അങ്ങനെ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്യും. ടീച്ചേഴ്സ് പാരന്റ്സിനെ ഇൻഫോം ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ സ്കൂളുകളില് കൊണ്ടുവരുന്നുണ്ട്. പിന്നെന്താണ്? അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് അവരെ നല്ല രീതിയിൽ ഇപ്പൊ എന്താണ് സമൂഹത്തില് ചിൽഡ്രൻസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ എന്താണ് പ്രൊട്ടക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? പ്രൊട്ടക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പേടിയാണല്ലേ നിർത്തിക്കൊണ്ടു പോകാനൊക്കെ? ആണോ? സെക്യൂർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. കാരണം എന്താ? പലതരത്തിലുള്ള പീഡനങ്ങൾ നേരിടും. ഒരാള് പറയോ? 5 പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആൾക്ക് തരാം കേട്ടോ. ഇപ്പൊ അങ്ങനത്തെ വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത്. വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത് അല്ലെ? ഇങ്ങനെ പറയുന്നേക്കാള് ഇപ്പൊ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ വരെ സുരക്ഷിതരല്ലാന്നുള്ളൊരു ഇതാണ് വരുന്നത്. കേൾക്കുന്നത്. പിന്നെ നിഖൽ എന്താ പറഞ്ഞത്? നിഖൽ കുട്ടികള് ഒരിടത്തും സുരക്ഷിതരല്ലാന്ന് പറഞ്ഞ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നല്ലോ. ഒരു ട്യൂഷൻ സെന്ററിന്റെ അടുത്ത് വെച്ച് വേറൊരു ഒരു കുട്ടീനെ ആക്രമിച്ചിട്ട് ആ കുട്ടി മരിച്ചുപോയ സംഭവമൊക്കെ. കുട്ടികള് തമ്മില് കൊലപാതകം നടത്തുന്നത് അല്ലെ? ഓക്കെ. പിന്നെന്താ? ലഹരി ഭയങ്കര ഉപയോഗം.
കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ പിന്നെ ലഹരിയുടെ ഉപയോഗം അതൊക്കെ ഭയങ്കര പേടിയാ. അപ്പൊ ഉപയോഗം ആ ഓഫീസർ ഓൺ ഡ്യൂട്ടി പറഞ്ഞ പടം കണ്ട നമുക്ക് പേടിയാവും. ഭയങ്കര പ്രശ്നാണത്. സത്യത്തിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോ അത് കാണിക്കണത് തന്നെ. നമ്മുടെ കുട്ടികളായാലും എന്താ വീട്ടിൽ സേഫ് അല്ലെങ്കിൽ സ്കൂളുകളിൽ വിടാനായിട്ട് പേടി, അല്ലെങ്കിൽ പുറത്തെ വല്ല എന്താണ് അടുത്ത വീട്ടിൽ വരെ വിടാനായിട്ട് പേടിയാണ്. അതുപോലെ തന്നെ ബാഡ് ടച്ചും ടച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ കുട്ടികൾക്ക്. നല്ല കുട്ടികളാണെങ്കിലും അങ്ങനെ അതിന് പോയിട്ട് പേടിയാണ് ചെയ്യണത്. അതാണ് സ്കൂളിലേക്ക് ഓട്ടോയിലല്ലാന്ന് വിടുന്നത്, എന്നാലും വരാൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാലും ഭയങ്കര പേടിയാണ് ഇപ്പൊ. പേടിയാണ് കാണുന്നില്ലല്ലോ എന്താണ് നമ്മൾ വിളിച്ചു ചോദിക്കാറുണ്ടല്ലേ. മോളൊക്കെ സ്കൂൾ ബസ്സിലൊക്കെ ആണ് വിടുന്നത്. പക്ഷെ അവള് വരാനായിട്ട് 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിച്ച് ചോദിക്കും എന്താണ് പ്രശ്നം, വിടാനായിട്ട് അല്ലെങ്കിൽ വരാനായിട്ട് ബുദ്ധിമുട്ടാണോ. അപ്പൊ എന്താണെന്ന് പറയുമ്പോ അവര് പറയുമ്പോ അവിടെ ചിലപ്പോ മരം വീട്, ചിലപ്പോൾ മഴക്കാലൊക്കെ ആണെങ്കിൽ മരം വീഴതിന്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്താണ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ആശ്വാസമാണ്. ഇത് നമ്മളോട് വിളിച്ചു പറയില്ലല്ലോ, നമ്മൾ അങ്ങനെ വിളിക്കണം എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്താണ് വരാൻ. ചിലപ്പോൾ ഞാൻ കാത്തൊന്നും ചിലപ്പോൾ അരമണിക്കൂറായാലും വരുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. ഇപ്പോഴാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ചിലപ്പോൾ മരം വീഴുന്നുണ്ടാവാം അല്ലെങ്കിൽ ട്രാഫിക് ജാം ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ മിസ്സേ, രാവിലെ പോയാൽ ആബ്സെന്റീസ് ലിസ്റ്റ് വരും വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത് തന്നെ അതാണ് എപ്പോഴും നമുക്ക് വീട്ടില് നമ്മള് കാര്യം പറയാനുണ്ട് എല്ലാവരോടും കൂടി. ഇന്ന് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്, വാർഡ് ഗ്രൂപ്പ് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഇന്ന് രാവിലെ തന്നെ ഒരു ന്യൂസ് കണ്ടു. ഇവിടെ ഞങ്ങള് അടുത്തുള്ള ഹൈസ്കൂളിലെ ഒരു കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് അകാലത്തിൽ പൊലിഞ്ഞു പോയ കുട്ടി ഇങ്ങനെ ആദരാഞ്ജലികൾ കണ്ടിട്ട് പോസ്റ്റ് കണ്ടപ്പോ ഞങ്ങളൊക്കെ ഞെട്ടി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ആൺകുട്ടിയാണ്. അപ്പോ അതെന്താണെന്ന് അന്വേഷിച്ചു ഞാൻ. അപ്പോ അവർ ചോദിച്ചു നോക്കി, അടുത്തുള്ള വീട്ടിലത്തെ ഒരു കുട്ടീനായിരുന്നു. ആ കുട്ടിയോട് ചോദിച്ചു എന്ത് പറ്റിയതാണ്. അപ്പൊ അവര് പറയാണ് ഈ കുട്ടീനെ പൂച്ച മാന്തി ഇത്ര. ഒരു കഴിഞ്ഞ ആഴ്ച ഈ കുട്ടീനെ പൂച്ച മാന്തി. അപ്പൊ ആ കുട്ടി അത് വീട്ടിൽ പറഞ്ഞില്ല അത്ര, അമ്മയോടും അച്ഛനോടും ആ കുട്ടി പറഞ്ഞില്ലാന്ന്. അപ്പൊ അപ്പൊ പിന്നെ 2 ദിവസം മുന്നേ ആ കുട്ടിക്ക് മേലിലൊക്കെ ഇങ്ങനെ എന്തോ ഒരു പാടുപോലെ കണ്ടു, പനി കണ്ടു. അപ്പൊ ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെട്ടെന്ന് ആ കുട്ടിക്ക് എന്തോ സീരിയസ് ആയി, അങ്ങനെ ICUലൊക്കെ ആയി കഴിഞ്ഞു. ഇപ്പൊ അവര് ഇത് ഈ പൂച്ച മാന്തിയതാണോന്ന് ഒരു ഡൗട്ട് ഉണ്ട്. ആ പൂച്ച ചാവും ചെയ്തു. അതാണ് ഇപ്പൊ ആ പൂച്ച ചാവും ചെയ്തു, പിന്നെ ഈ കുട്ടി മരിക്കും ചെയ്തു. അപ്പൊ ഭയങ്കര ഷോക്കിലിരിക്കുന്നു രാവിലെ അത് കണ്ടപ്പോ. അപ്പൊ ഈ പൂച്ചകളൊക്കെ ഈ കുട്ടികൾ കളിക്കുമ്പോ നല്ല ശ്രദ്ധിക്കണം. നമ്മൾ ജസ്റ്റ് മാന്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ആ ന്യൂസ് കണ്ടപ്പോ ഭയങ്കര വിഷമായി. ഒരു ശ്രദ്ധക്കുറവുകൊണ്ട് പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. ഈ പൂച്ച മാന്തി കഴിഞ്ഞാൽ അങ്ങനെ വരുമോ? ഇനിയിപ്പൊ അതന്നെയാണോന്ന് അറിയില്ല. ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. ആ പൂച്ച ചാവും ചെയ്തു ഇത്രേ. പക്ഷെ അങ്ങനെ അതുകൊണ്ടായിരിക്കും ഇൻഫെക്ഷനോ ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാന്തുമ്പോ കുട്ടികളിലോട്ട് വരാലോ മുറിവിലൂടെ. ചിലപ്പോ അങ്ങനെ അതെന്തായാലും നല്ലോണം ശ്രദ്ധിക്കണം ഈ കുട്ടികൾ പൂച്ചയും നായക്കായിട്ട് കളിക്കണത്. വീട്ടില് നമ്മള് പൂച്ചനെ പട്ടിനെയൊക്കെ വളർത്താറുണ്ടല്ലേ, അപ്പൊ പറയും ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോ ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ പൂച്ചനെ. ഞങ്ങൾ തന്നെ പറയാറുണ്ട്. ഈ ന്യൂസ് കണ്ടപ്പോഴാ പേടിയായത്. പക്ഷെ ആ കുട്ടി പറഞ്ഞില്ലല്ലോ, പറഞ്ഞിരുന്നെങ്കിലും ഒന്ന് നോക്കായിരുന്നു. ഇല്ല, ആ കുട്ടി പറഞ്ഞില്ലാന്ന് പറഞ്ഞത്. പേടിച്ചിട്ട് ചിലപ്പോ പറയാതിരുന്നിട്ടുണ്ടാവാം. എന്തായാലും ജീവൻ പോയി. പിന്നെ ഇപ്പോ പനി വന്നിട്ടുണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കരുത്. നമ്മളിപ്പോ എന്താണ് പാരസെറ്റാമോളൊക്കെ കൊടുത്തിട്ട് നമ്മള് കുറച്ച് 2 ദിവസം കഴിയട്ടെ പറഞ്ഞ് വെച്ചോണ്ടിരിക്കരുത്. ഇപ്പൊ പനി അത് ബാധിക്കുന്നത് തലനെ എന്ന് പറയുന്നത് തലച്ചോറിലാണ്. അപ്പൊ ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പനി കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനായിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കണം കേട്ടോ കുഞ്ഞുമക്കളെ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അതെങ്കിൽ ഇല്ല. ഓക്കെ. അപ്പൊ നന്നായിട്ട് നമ്മൾ കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രഗ്സുകള് പലതരത്തിലാണ്, മിഠായി. അപ്പൊ ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് അങ്ങനെ മനസ്സിലാക്കാം.
അതുപോലെ തന്നെ ഇപ്പൊ പല ജ്യൂസുകൾ ഇപ്പൊ മായും സ്പ്രൈറ്റ് ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയായാലും എപ്പോഴും എപ്പോഴും കുടിക്കാൻ തോന്നും. മിസ്സേ ഇപ്പൊ ഫ്രണ്ട്സുകൾ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി കുട്ടികൾക്ക്. അത് തന്നെ തന്നെയാണ്. ഇപ്പൊ മറ്റേ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാനായിട്ട് തോന്നുന്നുണ്ട് അല്ലെ. അതിലൊക്കെ എന്താണ് ലഹരികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ ശ്രദ്ധിക്കാട്ടോ. അതൊക്കെ ഒന്ന് എടുക്കാം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. ചില കുട്ടികൾ കാണാറുണ്ട് സ്കൂൾ വിട്ട് കഴിയുമ്പോ തന്നെ കടയിൽ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ, ഒന്നല്ലെങ്കിൽ ഐസ്ക്രീം, ഒന്നല്ലെങ്കിൽ ജ്യൂസ്, അങ്ങനെയുള്ള കുറെ ഐറ്റംസ് വാങ്ങി കഴിക്കുന്നത്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കുട്ടികളോട്. Okay, children and the family. The family surroundings the child has an important role in his welfare. ക്ഷേമത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിൽഡ്രന്റെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം ഇത് പറയുന്നത് അവന്റെ ഫാമിലി തന്നെയാണ് അല്ലെ. ഇഫ് ദ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് ലൈക്ലി ടു അഫക്ട് ദ ചൈൽഡ് ലൈഫ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചീത്തയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നല്ലതല്ല, ചീത്തയാണെങ്കിൽ എന്താണ് അത് അവന്റെ ലൈഫിനെ തന്നെ അല്ലെങ്കിൽ അവന്റെ ഡെവലപ്മെന്റിനെ തന്നെ ബാധിക്കുന്നുണ്ട്. Therefore, scheme for welfare for children are to extend to the family, and minimum family well-being is to be ensured. അപ്പൊ എന്താണ് ക്ഷേമത്തിന് വേണ്ടിയിട്ട് പല സ്കീമുകൾ നമ്മള് എക്സ്റ്റെൻഡ് അത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. The family has to promote healthy habits in the children. Healthy habits എന്താണ്? Healthy habits നല്ല ശീലങ്ങള് അല്ലെ, ആരോഗ്യശീലങ്ങള്. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഹെൽത്തി ഹാബിറ്റ്സ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ചെയ്യിപ്പിക്കാറുണ്ടോ? എങ്ങനെയാണ്, ഏതൊക്കെയാണ് ഹെൽത്തി ഹാബിറ്റ്സ് ആയിട്ട് വരുന്നത്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പിന്നും കൈ കഴുകണം, പിന്നെ ദിവസവും കുളിക്കുക, ദിവസവും കുളിക്കുക, 2 നേരം പല്ല് തേക്കുക, ബ്രഷ് ചെയ്യുക, 2 നേരം പല്ല് തേക്കണം, പിന്നെ മൂടി വെച്ച ആഹാരം മാത്രമേ കഴിക്കാവുള്ളൂ, തുറന്നു വെച്ചത് കഴിക്കാൻ പാടില്ല. സോപ്പിട്ട് കൈ കഴുകുന്നതൊക്കെ ശ്രദ്ധിക്കുക. റോഷ്നി എന്താ പറഞ്ഞത് കേട്ടില്ല, ക്ലിയർ ആയില്ല. മൂടി വെച്ച ആഹാരം മാത്രം കഴിക്കുക, തുറന്നിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. തിളപ്പിച്ച വെള്ളം അല്ലാണ്ട് പുറത്തുനിന്നുള്ള ടാപ്പുകളിൽ നിന്നും വെള്ളം കുടിക്കാൻ പാടില്ല. രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുന്നത്. അത് പറഞ്ഞു. പിന്നെന്താ സാജിദ് എന്താ പറഞ്ഞത്? ടോയ്ലറ്റിന് നമ്മള് എന്തിനാണെങ്കിലും പോയി കഴിഞ്ഞാല് ഇറങ്ങുന്നതിന് മുമ്പ് സോപ്പിട്ട് കൈ കഴുകാൻ പറയും. കാരണം ടോയ്ലറ്റ് എപ്പോഴും അണുക്കളുള്ളതായിരിക്കുമല്ലോ. അവിടെ ഇവിടെയൊക്കെ പിടിക്കുമ്പോഴൊക്കെ ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് പോയി കഴിഞ്ഞാൽ വെറുതെ ആണെങ്കിലും ടോയ്ലറ്റ് കയറിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സോപ്പിട്ട് കൈ കഴുകണമെന്ന് പറയുന്നു. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കാതെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കണം പറയുന്നു. വേസ്റ്റ് ഒക്കെ ഡസ്റ്റ്ബിന്നിൽ ഇടാൻ പറയും. സ്കൂളിൽ പോയാലും ടിഫിനൊക്കെ കഴുകിയിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് തന്നെ വരണം എന്ന് പറയും. ഞാനൊന്ന് ഫുഡ് കഴിച്ചാൽ അത് ക്ലീൻ ചെയ്തിട്ട് വരണം. ചില സ്കൂളുകാര് ക്ലീൻ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. നമ്മുടെ ടിഫിൻ ബോക്സ് ആയാലും ലഞ്ച് ബോക്സ് ആയാലും ചില കുട്ടികള് ചില സ്കൂളുകളിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാലും അപ്പോഴേക്കപ്പൊ അവള് പ്ലേറ്റ് കഴുകിട്ട് വെക്കും. പിന്നെ തുമ്മുമ്പോഴും ജലദോഷം ഉണ്ടാവുന്ന സമയത്തൊക്കെ ടവല് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മറ്റുള്ളവരെ വിഷ് ചെയ്യാനായിട്ട് ഇപ്പൊ രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയാൻ, എന്തെങ്കിലും താങ്ക്സ് പറയാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പുറത്തുനിന്ന് ആരൊന്നും തന്നാലും വാങ്ങി കഴിക്കരുതെന്ന് പറയും. കഴിഞ്ഞോ? പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ കിടക്കുന്ന ബെഡ്ഷീറ്റ് പുതച്ച പുതപ്പൊക്കെ മടക്കി വെക്കണം.
ഓക്കെ, നല്ല ശീലമാണ്. അതുപോലെ തന്നെ എന്റെ മോളോട് ഇങ്ങനെ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിങ്ങനെ വെതറിട്ട് പോവാറുണ്ട്. അതെനിക്ക് ഇഷ്ടമല്ല. എടുത്തോണ്ട് വെക്കാനായിട്ട് പറയാറുണ്ട്. ചിലപ്പോ ചെയ്യും, ചിലപ്പോ ചെയ്യില്ല. എന്റെ മക്കൾ എല്ലായിടത്തും അങ്ങനെയാണ് പറയാറുണ്ട്, ചിലപ്പോ ചെയ്യും. ടോയ്സ് ഡോൾസ് എല്ലാം എടുത്താല് ഞാൻ അവളോട് പറയും, ഒരു ഡോൾ വെച്ചാ ഒരു സ്റ്റാർ കിട്ടും എന്ന് പറയും. പേപ്പറിൽ സ്റ്റാർ ഇട്ട് കൊടുക്കും. അപ്പൊ എല്ലാം മൊത്തം വെച്ചോളും. ഇത് അങ്ങനെയൊക്കെ കളിച്ച് ചെയ്യും. എവിടെയൊക്കെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് കുറച്ച് കഴിയുമ്പോ എന്റെ അത് കണ്ടോ, എന്റെ ഡോള് കണ്ടോ, എന്റെ ബോള് കണ്ടോ മമ്മിയോടെ വെച്ചേക്കണം. മമ്മിയല്ലല്ല, ഇതൊക്കെ എറിഞ്ഞിട്ട് പോണേനെ ഓരോ സാധനങ്ങള്. അതുപോലെ തന്നെ ഇപ്പൊ പുറത്തു പോവുകയാണെങ്കിൽ എന്റെ ചെരുപ്പ് എവിടെ, ചിലപ്പോ അപ്പുറത്തെ അരി കൊണ്ടിട്ടേക്കണത് അപ്പുറത്ത് പോയിട്ട് അറിയില്ല, എന്റെ ചെരുപ്പ് അന്വേഷിച്ചെടുക്കില്ല. ഇതൊക്കെയാണ് തൊഴിൽ. ചിലപ്പോ മണ്ണിന്റെ പുറത്തുണ്ടാകും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് ചെറുപ്പത്തില് നമ്മള് പറഞ്ഞു കൊടുക്കുന്നത് അവര് വലുതാകുമ്പോഴും ശീലിക്കുള്ളൂ. പിന്നെ ചില സമയത്ത് നമ്മുടെ ഐഡിയ ഒന്നും ഏൽക്കല. അവര് ഭയങ്കര അപ്ഡേറ്റഡ് അല്ലേ. അതന്നെ. ഓക്കെ, ഇത്രയും മരുന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് എടുക്കാം. ഇല്ല. ഓക്കെ ഓക്കെ. ഓക്കെ അത് ഓൺ മ്യൂട്ട് ആയതാ ഇവിടെ പറഞ്ഞ. ഓക്കെ. സൈൻ ഔട്ട് ചെയ്യുന്നത് ആരും സൈൻ ഔട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതെന്താ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ, ഏതെങ്കിലും ഒക്കെ ചെയ്യാൻ ആരെങ്കിലും ഒന്നും തയ്യാറാവാറില്ല മാം. അതെന്താ അങ്ങനെ? നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ പാടില്ല കേട്ടോ. എന്താന്നറിയില്ല, ഏതെങ്കിലും ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ. എന്താണ് അങ്ങനെ? അറിയില്ല, ഞാൻ തന്നെ സൈൻ ഔട്ട് ചെയ്യാം മാം. ആരും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് സൈൻ ഔട്ട് പറഞ്ഞു. പെട്ടെന്ന് പറയാകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ പറയാനൊന്നും പറ്റിയില്ല. എന്നാലും ഒപ്പിച്ചു, അങ്ങോട്ട് പറഞ്ഞൊപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ സൈൻ ഔട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു, ആരും പറയാനില്ലാത്തോണ്ട്. അതെന്ത് പറ്റി? നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ എല്ലാവരും നന്നായിട്ട് പറയുന്നവരാണല്ലോ, പിന്നെ എന്താ പ്രശ്നം? ഇംഗ്ലീഷിൽ പറയണമെന്നില്ല, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു നോക്കൂ. എന്നിട്ട് നമുക്ക് കുറച്ച് നാളെ കഴിയുമ്പോൾ ഇംഗ്ലീഷിലാക്കാം. അങ്ങനെ മതിയോ? ഇനി ആരും തയ്യാറാവാണ്ടിരിക്കരുത് കേട്ടോ. ഇപ്പൊ നെറ്റിക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ? ആരെങ്കിലും പറഞ്ഞിട്ട് തയ്യാറായില്ലെങ്കിൽ കിട്ടുന്നത് ഒരു ഇതല്ലേ, ബുദ്ധിമുട്ടല്ലേ ഇത്? ഓക്കെ, ഞാൻ പറയാം. സൈനൗട്ട് ആര് പറയും? മറ്റേ സൈനൗട്ട് ഞാൻ പറഞ്ഞോളാം. Good afternoon, ma'am. Today we are discussed about malnutrition. Malnutrition means the condition that occurs when the body does not get sufficient nutrients. അതായത് നമുക്ക് കൃത്യമായ പോഷകാഹാരങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച്. പിന്നെ മാൽന്യൂട്രീഷന്റെ കാരണങ്ങൾ ലാക്ക് ഓഫ് ഫുഡ്, അൺസേഫ് വാട്ടർ സപ്ലൈസ് ആൻഡ് ഇൻസഫിഷ്യന്റ് സാനിറ്റേഷൻ റിസ്ക്. Then malnutrition's physical conditions, bad posture, laziness, awareness of diseases, and mental conditions are passiveness, forgettable memory, gloominess, slow comprehension and irritation. Then we are discussed about balanced food. That means the food which contains all required nutrients and has the essential calorie value is called a balanced food. Then we are discussed about a chart for 1 to 3 years children and 4 to 6 years children. Then in which chapter child welfare we are discussed. Child are the asset of a nation. Then children and ഫാമിലിയെ കുറിച്ച് സംസാരിച്ചു. ദെൻ ഹെൽത്തി ഹാബിറ്റ്സ് ഇൻ ദ ചിൽഡ്രൻ. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു മാം ഫോർ യുവർ വാല്യുബിൾ ക്ലാസ്. താങ്ക് യു. ക്ലാസ് എടുത്തതിൽ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇല്ല മാം, ക്ലിയർ ആണ്.